ഹരേ കൃഷ്ണ. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. गोपीजनवल्लभा जय गिरिवरधारी जय गिरिवरधारी. गोपीजनवल्लभा जय गिरिवरधारी जय गिरिवरधारी. यशोदानन्दन व्रज जनरञ्जना 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 यमुनतीरावनचारि यमुनतीरावनचारि यमुना. जय राधा माधवा जय कुञ्ज बिहारी जय राधा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा हरे राम हरे कृष्णा कृष्ण कृष्ण हरे हरे
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Jai Srila Prabhupada ki. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutiraye. He Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi
പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ക്ലിയറായിട്ട് കേൾക്കാമോ? ഞാൻ സംസാരിക്കുന്നത് തന്നെ എനിക്ക് ഓക്കെ. അതിനകത്ത് വേറെ ചെയർസ് ഉണ്ടോ? വേറെ ചെയർ ഉണ്ടോ? ചെയർസ് അകത്തുണ്ടോ? ഓക്കെ. നമ്മുടെ ഈ 2-3 ദിവസത്തെ സെഷൻ 6 കൽമഷങ്ങളെക്കുറിച്ചാണ്. വളരെ പ്രസിദ്ധമായതും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യവുമാണ്. കാമക്രോധാദികൾ 6. കാമ, ക്രോധ, മോഹ, ലോഭ, മദം, മത്സര്യം. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? ആർക്കും ദേഷ്യം? ഓക്കെ. ആത്മീകതയിൽ നിരന്തരം ഈ വാക്കുകൾ നമ്മൾ കേൾക്കുമെങ്കിലും പ്രാവർത്തികമാക്കിയത് വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ആത്മീകം എന്ന് വെച്ചാൽ എന്താണ്? അമ്പലത്തിൽ പോവുക, ഭഗവാന്റെ മുമ്പേ തൊഴുക, ഇതൊക്കെയാണ് ജനറലി പൊതുവായി ജനങ്ങൾ ഭക്തി എന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് ഒരാളുടെ ഉള്ളിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം എവിടെയും എത്തിയിട്ടില്ല. ദേഷ്യം കുറയണം. ആർക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? എത്ര പേർക്ക് കുറഞ്ഞു? ആണോ? അത് ശരി. അത് ജീവിത പങ്കാളിയെടുത്ത് ചോദിക്കണം. അവർക്ക് മാത്രമേ സത്യം അറിയാൻ പറ്റുള്ളൂ. ഞാനിവിടെ വരുന്ന മുമ്പേ ഭഗവത്ഗീത ശ്ലോകത്തിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ശ്ലോകം 6-ാം അധ്യായത്തിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, ആത്മാവ് ഭയങ്കര പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരു ക്ഷണം പോലും ആത്മാവിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും ആ ശ്ലോകം അറിയാമോ? 6-ാം അധ്യായത്തിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, അർജുന, ആത്മാവ് വെറുതെ ഇരിക്കുകയില്ല. എപ്പോഴും ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? ക്ഷണമപി ജാതു തിഷ്ഠതി കർമ്മകൃത്. എന്തോ നഹി കശ്ചിത് ക്ഷണമപി, ഒരു ക്ഷണം പോലും ആത്മാവ് എന്ത് ചെയ്യില്ല? വെറുതെ മിണ്ടാണ്ടിരിക്കില്ല, എന്തെങ്കിലും ചെയ്യും. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ലേഡി വന്ന് എൻ്റെ അടുത്ത് പറയാ, ആ ശ്ലോകത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്താ? കല്യാണം കഴിച്ച് 20 വർഷമായി ഈ മനുഷ്യൻ ജോലിക്ക് പോയിട്ടില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുക. ആത്മാവ് നിരന്തരം പ്രവർത്തിക്കുമെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നത്? അപ്പം അതുകൊണ്ട് നമ്മുടെ റിയൽ ജഡ്ജ് ആരെന്ന് വെച്ചാൽ
വീട്ടിൽ കൂടെ ഉള്ള ആളാണ്. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആത്മീകമായി ഉയർന്നു എന്നർത്ഥം. ജ്ഞാനം, വിജ്ഞാനം, സാക്ഷാത്കാരം, 3 കാര്യങ്ങളുണ്ട്. എല്ലാം പഠിക്കുന്നത് ജ്ഞാനം, അതിനെ പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ പകർത്തിയെടുക്കുക വിജ്ഞാനം. അത് കാരണം അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സാക്ഷാത്കാരം. എന്തെങ്കിലും മനസ്സിലായോ? ജ്ഞാനം, വിജ്ഞാനം, സാക്ഷാത്കാരം. കാര്യങ്ങളെല്ലാം പഠിക്കുക ജ്ഞാനം, ജീവിതത്തിൽ പകർത്തുക വിജ്ഞാനം. അത് കാരണം അയാൾക്ക് മാറ്റമുണ്ടാവുക സാക്ഷാത്കാരം. നമ്മളേത് കാറ്റഗറിയിലാണ്? ജ്ഞാനത്തിലാണോ, വിജ്ഞാനത്തിലാണോ, സാക്ഷാത്കാരത്തിലാണോ? 3 അല്ലേ? നമ്മൾ ജ്ഞാനം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അജ്ഞാനമോ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. വിജ്ഞാനം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുക. ഒരു ഭാഗവതത്തിൽ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ശത്രുക്കൾ ആരും പുറത്തില്ല. എൻ്റെ ശത്രു ആരാന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഈ 6 സാധനങ്ങളാണ്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. ഇത് 6നെയും ഒരാൾ വിജയിക്കേണ്ട, ഒരു പരിധി വരെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് 6ഉം എന്തിനാ ദൈവം സൃഷ്ടിച്ച എന്ന് വെച്ചാൽ, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി. ഉയർന്നോ ഉയർന്നില്ലേ? ഒരു കുട്ടി ശരിക്കും പഠിച്ചോ പഠിച്ചില്ലേന്ന് എങ്ങനെയാ പരീക്ഷിക്കുക? എക്സാം വരുമ്പോൾ അറിയും. ജീവിതത്തിൽ നിരന്തരം വരുന്ന ഈ 6 പരീക്ഷയാണ് ഇതെല്ലാം, കാമക്രോധാദികൾ. ആ പരീക്ഷ വരുമ്പോൾ നമ്മൾ തോറ്റുപോകും. യഥാർത്ഥ സ്വർണത്തിനെ സ്വർണ്ണക്കടക്കാരൻ പരിശോധിക്കുമോ? അല്ല, ഫേക്ക് കള്ളസാധനത്തിനെ പരിശോധിക്കുമോ? എതിനെയാ പരിശോധിക്കുക? റിയൽ ഡയമണ്ടിനെ ടെസ്റ്റ് ചെയ്യോ, ഫേക്ക് ഡയമണ്ടിനെ ടെസ്റ്റ് ചെയ്യോ? എതിനെയാ ടെസ്റ്റ് ചെയ്യുക? റിയലെ ടെസ്റ്റ് ചെയ്യും. ഫേക്കിന്, കള്ളത്തനത്തിനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഈ 6 പരീക്ഷയും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ്? എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ദൈവം കയ്യെട്ടുന്ന ദൂരത്താണ്. ഭാഗവതം പറയുന്നു, ഗോഡ് ഈസ് ജസ്റ്റ് എ കോൾ അവേ. ഒരു വിളിപ്പുറത്താണ് ആരുള്ളത്? ദൈവം. ഏത് നിയന്ത്രിച്ച ആൾക്കാർക്ക്? കാമക്രോധാദികൾ നിയന്ത്രിച്ച ആൾക്കാർക്ക്. ഇനി ആത്മീകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, വിട്ടേക്കാം. ഈവൻ സാധാരണ ഭൗതിക ജീവിതത്തിൽ പോലും ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മളിൽ എത്ര പേര് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ചില സമയം വാക്കുകൾ കൈവിട്ടു പോകും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ പശ്ചാത്തപിക്കും. ആ അബദ്ധം എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോവുക, പിന്നെ ഇരുന്ന് വിഷമിക്കുക. എത്ര പേരുണ്ട്? എല്ലാവരും ഏകദേശം. പിന്നെ ഇരുന്ന് ദുഃഖിക്കും, വേണ്ടാമായിരുന്നു എന്ന് വിചാരിക്കും. ഇന്നത്തെ ലൈഫ് അതാണ്. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡിവോട്ടി എടുത്ത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒരു വെഡ്ഡിങ് ഹാളുടെ പരസ്യം, നാട്ടിൽ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ പരസ്യം ഇട്ടിരിക്കുക. ഞങ്ങളുടെ മണ്ഡപത്തിൽ വന്ന് നിങ്ങൾ വിവാഹം ബുക്ക് ചെയ്താൽ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല,
ഞങ്ങളുടെ ഹാളിൽ കല്യാണം ചെയ്താൽ നിങ്ങളുടെ ഡൈവേഴ്സ് പ്രോസസ്സ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. കാരണം 50% മേലെ കുടുംബങ്ങൾ വിജയിക്കാറില്ല. ശരിയാണോ തെറ്റാണോ? ഇന്ന് കാലത്ത്, അതായത് ഇതൊക്കെ ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ പകുതിക്ക് കൂടുതൽ ലൈഫും പരാജയമാണ്. എത്ര പേര് സമ്മതിക്കുന്നു? ഇനി അഥവാ 2 പേരെ ഒരു വീട്ടിൽ താമസിക്കുമെങ്കിലും അത് ഈ അവാർഡ് സിനിമ കഥാപാത്രം പോലെയാ ജീവിക്കുന്നത്. നടുക്കൊരു ബന്ധമുണ്ടാവില്ല. എന്തോ ചില നിർബന്ധം കൊണ്ട് അവരൊരു കൂരയുടെ താഴെ താമസിക്കുന്നു എന്നല്ലാതെ ഇന്ന് കാലത്ത് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവർ വളരെ വിരളമാണ്. ഇപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഹാളിൽ ചോദിച്ചാൽ തന്നെ നമ്മളിൽ തന്നെ പലർക്കും പ്രയാസമുണ്ടാകും. എത്ര പേരാണ് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേര്. ബാക്കിയെല്ലാം എന്തോക്കെ ആയി അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, അല്ലാതെ ഞാൻ അനുഭവിക്കുന്നില്ല. ശരിയല്ലേ? എന്തോ കല്യാണം കഴിച്ചു, കുട്ടികളായി, ജോലി, എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയാണോ ജനിച്ചത്? ഇത് ആസ്വദിക്കണം. എന്നാൽ മാത്രമേ ആ മനുഷ്യന് വിജയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആത്മീയത, മതം ഇതെല്ലാം മാറ്റി വയ്ക്കാം. നല്ല സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ തന്നെ ഈ 6നെയും മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ ശാസ്ത്രം ഏതെങ്കിലും ഒരു കാര്യത്തിനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരമസത്യം, ഒരു പ്രാവശ്യം പറഞ്ഞ സത്യം. നമ്മുടെ ഭാഗവതം, ഭഗവത്ഗീതയിൽ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ സത്യം, 2ഉം 3ഉം പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ അത് പരമസത്യം. ഇപ്പൊ ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി, 3 ശാന്തി. ഒരു ശാന്തി പോരെ? 3 ശാന്തി. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ ഹി കേവലം കലൗ നാസ്തിയേവ. ഇപ്പൊ എന്തിനാണ് 3 പ്രാവശ്യം പറയുന്നത്? കലികാലത്തിൽ ഹരിനാമം മാത്രമേ രക്ഷിക്കുള്ളൂ, ഹരിനാമം മാത്രമേ എന്തിനാ 3 പ്രാവശ്യം? 3 പ്രാവശ്യം ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ അത് പരമസത്യം, കാലത്തിനെ വിജയിച്ച സത്യം. എത്ര യുഗങ്ങൾ, എത്ര ജനന മരണം വന്നാലും ആ സത്യം മാറുകയില്ല. അങ്ങനെ ഉള്ളപ്പോൾ ദേഷ്യം പാടില്ല എന്ന് ഗീതയിൽ ഒരു 10 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് 3 പ്രാവശ്യം പറഞ്ഞാൽ പരമസത്യം, 10 പ്രാവശ്യം പറഞ്ഞാലോ എന്ന് വെച്ചാൽ ദൈവം വിചാരിക്കുക 10 തവണ പറഞ്ഞിട്ടും ഈ മണ്ടന്മാർക്ക് മനസ്സിലായില്ല. അത്ര പ്രാവശ്യം വീണ്ടും വീണ്ടും പറയുന്നു. നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം അത് ഇല്ലാണ്ടാക്കി തരും. നമ്മൾ വിചാരിക്കുക വീട്ടിനകത്തൊരു കുഞ്ഞു വഴക്കായി, പിന്നെ അടുത്ത ദിവസം അത് സോൾവായി. ഒരിക്കലും അത് സോൾവ് ആവില്ല. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അത് പതിഞ്ഞിരിക്കും. ആ ഒരു തെറ്റിൻ്റെ പരിണാമം അല്ലെങ്കിൽ ഫലം നമ്മൾ മരിക്കുന്നത് വരെ അനുഭവിക്കേണ്ടി വരും. മറക്കില്ല ആൾക്കാർ. എത്ര പേരുടെ ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്? കുടുംബത്തിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാലും മരിക്കുന്നവരെയും പറഞ്ഞ് 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 നമ്മളെ നോവിക്കുന്ന അങ്ങനത്തെ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുണ്ടോ? ആരുമില്ല. ഇവിടെ ഈ പരിപാടി ആവശ്യമില്ലെന്നാ തോന്നുന്നു. മറക്കില്ല ആൾക്കാർ. നല്ലതെല്ലാം നിമിഷ നേരം കൊണ്ട് മറക്കും. എത്ര നല്ലത് ചെയ്തിരുന്നാലും നിമിഷ നേരം കൊണ്ട് മറക്കും. പക്ഷേ അവരെ ഒന്നും നമ്മൾ വേദനിപ്പിച്ചിരുന്നാൽ ഈ ഇംഗ്ലീഷ് വാക്ക് സോറിക്ക് ഒന്നും ഒരു റെമഡിയേ അല്ല. അതിനെക്കൊണ്ട് ഒന്നും അത് ചെയ്തതാ. ഈ 6 സാധനങ്ങളുണ്ട്.
ഇത് ഭാഗവതത്തിൽ മാത്രമല്ല, ബൈബിളിൽ പോലും ഞാൻ നോക്കിയപ്പോൾ ഇതേ ലിസ്റ്റ് ഉണ്ട്. ഇതിന് വേറെ പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. 6 കാർഡിനൽ സിൻസ്. കാർഡിനലിന് കറക്റ്റ് മലയാള വാക്ക് എന്ത് പറയും? മനസ്സിലായോ? ഈ കാർണിവോറസ് അതിനെന്ത് പറയും മലയാളത്തിൽ? ആ മൃഗങ്ങൾക്ക് മീൻസ് അത്രയും ക്രൂരമായ പാപമാണ് ഈ 6 എണ്ണം. ബൈബിളിലുള്ളതാണ്. ഏതാറെണ്ണം? കാമക്രോധാദികൾ. മൊത്തം 6. കാമം എല്ലാവർക്കും അറിയാം. എന്താണ് കാമം? നമ്മളെല്ലാം പൊതുവെ കാമം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അർത്ഥം മാത്രമേ അറിയാവൂ. അല്ല, കാമം എന്ന് വെച്ചാൽ അത് എത്ര തവണ നേടിയാലും തൃപ്തി വരാത്ത ആഗ്രഹം, അതിനെയാണ് കാമം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ചിലർ കേരളത്തിൽ ഈ പായസ ഭ്രാന്തന്മാരുണ്ടാവും. എത്ര ഗ്ലാസ് കുടിച്ചാലും മതിയാവും. അവർക്ക് പായസത്തോട് കാമം. അത് അനുഭവിച്ചാലും മതി, സാച്ചുറേറ്റ് ആകാത്ത ആഗ്രഹങ്ങളെല്ലാം എന്താണ്? കാമം. ഉറക്കത്തിനോട് കാമം. ആർക്കെങ്കിലും ഉണ്ടോ? ഒരുപാട് പേർക്കുണ്ടാവും. പിന്നെ ക്രോധം നമുക്കറിയാം. തപോബലം ഒരു മനുഷ്യൻ്റെ തപശക്തിയെ ഇല്ലാതാക്കുന്നതാണ്. നമ്മൾ ഈ സെഷനിൽ ഒരു ദിവസം ഡിസ്കസ് ചെയ്യും. ഒരാളെ ക്ഷമിക്കുന്നത് എത്ര ഉയർന്ന ഗുണമാണ് എന്ന്. അങ്ങനത്തെ ആൾ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവനായി മാറുന്നു. ക്ഷമിക്കുക. ക്രോധം നമ്മൾ നേടുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു കളയും. കാമം, ക്രോധം. പിന്നെ മൂന്നാമത്തത് ഉറങ്ങിയ എല്ലാവരും മോഹ. ശ്രീബുദ്ധൻ പറഞ്ഞു, 6 മാസം ഒരു സാധനം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടേതല്ല. ശ്രീബുദ്ധൻ പറഞ്ഞു 6 മാസം. ഇവിടെ 2-3 ചെയറുണ്ട്. ഒരു 4 പേർക്ക് ഇവിടെ ഇരിക്കാം. 3-4 പേർക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ 1-2 ചെയറുണ്ട്. എവിടെ നിർത്തി? ശ്രീബുദ്ധൻ പറഞ്ഞു 6 മാസം ഒരു വസ്തു ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എൻ്റെതല്ല. നിങ്ങൾ എത്ര പേരുടെ വീട്ടിൽ അലമാറയിൽ 6 മാസത്തിനധികം ഉപയോഗിക്കാത്ത സാധനമുണ്ട്? മോഹ. അതായത് ഞാൻ മെലിയും എന്ന് വിശ്വസിച്ച് 20 കൊല്ലമായിട്ട് ഉപയോഗിക്കാതെ ഡ്രസ്സ് വെച്ചിരിക്കുകയാണ്. അന്ന് ഫിറ്റാ. മഹാമായയാണത്. മെലിയില്ല. മോഹ, ഇല്യൂഷൻ. ഇതെനിക്ക് ഉപയോഗപ്പെടും, നാളെ ഉപയോഗപ്പെടും എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ച് എത്ര വർഷമായിട്ടും അവർ മനസ്സിലാക്കിയില്ല ഇതെൻ്റെതല്ലെന്ന്. ഇങ്ങനെ ഇത് സാധനങ്ങൾ മാത്രമല്ല, വ്യക്തികളും ഇതിൽപ്പെടും, ചില ആൾക്കാരും ഇതിൽപ്പെടും. മോഹ. പിന്നെ കാമ, ക്രോധ, മോഹ. പിന്നെ ലോഭം, ആർത്തി, അത്യാർത്തി. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാച്ചലിൽ എത്രയോ നല്ലതുകളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എത്രയോ. ഇവിടെ എത്ര പേരാണ് മിഡിൽ ഈസ്റ്റിൽ 2 വർഷത്തേക്കായി വന്ന് 20 വർഷമായിട്ടും തിരിച്ചു പോകാത്തവർ? ഒരുപാട് പേര്. 1 വർഷം 2 വർഷത്തേക്ക് വേണ്ടി വന്നതാ, 20 തിരിച്ചു പോകണില്ല. മോഹ, ലോഭ. അടുത്തത് ഭ്രാന്ത്. ഈ 4 സാധനവും കൈവിട്ടു പോകുമ്പോൾ അവരുടെ സമനില തെറ്റും, ഭ്രാന്താകും. 6ാമത്തത് മത്സരം. അത് അസൂയ, എൻവിയസ്നെസ്. ഇന്ന് നമ്മൾ ആ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന 3 ദിവസങ്ങളിൽ ഈ 6 വിഷയവും നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങാം നമുക്ക്. ഈ 6 വിഷയം. അപ്പോൾ ഇന്നത്തെ വിഷയം ഏതാണ്? മത്സരം. 6ാമത്തത്
കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. എൻവി, ജലസി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അസൂയ. നമ്മൾ എപ്പോഴും ഇനിയൊരാളെ കമ്പയർ ചെയ്താണ് എൻ്റെ സന്തോഷം എന്ന ലക്ഷ്യത്തിനെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? എൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും, എനിക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ ജീവിതത്തിൽ എന്ത് വേണോ. അയാൾ കെട്ടി, അതുകൊണ്ട് ഞാനും കെട്ടി. അയാൾ വീട് വാങ്ങിച്ച്, ഞാനും വീട് വാങ്ങിച്ച്. അയാൾ ലോൺ എടുത്ത്, ഞാൻ ഇങ്ങനെ തന്നെയാണ്. നമ്മളിൽ ആരെങ്കിലും വിവാഹ ജീവിതം എന്താണെന്ന് 100% മനസ്സിലാക്കി ധാരണയിൽ ഇറങ്ങിയവരാണോ ആരെങ്കിലും ഉണ്ടോ? അല്ല, വീട്ടുകാർ നിർബന്ധിച്ചു, ബന്ധുക്കൾ നിർബന്ധിച്ചു, എനിക്ക് ഇഷ്ടം തോന്നി, അങ്ങനെ കെട്ടി. ഏതാണ് കൂടുതൽ? ഫസ്റ്റ് പറഞ്ഞോ സെക്കൻഡ് പറഞ്ഞതോ? സെക്കൻഡ് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഇത് ബാക്കിൽ പോയി തിരുത്താൻ പറ്റുമെങ്കിൽ പലരും തിരുത്തിയല്ലേ. മത്സരം. എപ്പോഴും നമ്മൾ ഇനിയൊരാളും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലം നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ തന്നെ 150 പേര് കൂടിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്. എൻ്റെ കർമ്മഫലം ഞാൻ ഇനിയൊരാളുടെ ലൈഫിനെ നോക്കി കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമേയില്ല. അതായത് എനിക്ക് നല്ല വണ്ണമുണ്ട്, ഇനിയൊരാൾ മെലിഞ്ഞിരിക്കുകയാണ്, അയാൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അയാൾക്ക് ചേരും. ആ ഡ്രസ്സ് ഭംഗിയാണെന്ന് പറഞ്ഞ് ആ ഷർട്ട് എടുത്തിട്ട് ഞാൻ എത്ര ഇടാൻ ശ്രമിച്ചാലും എനിക്കത് ചേരോ? മഹാവൃത്തികേടായിരിക്കും. ഈ ഭൂമിയിൽ ഇന്ന് 700 കോടി മനുഷ്യരുണ്ട്. 700 കോടി ഹ്യൂമൻ ബീയിങ്സ് ഇന്ന് ഭൂമിയിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മനസ്സിലാക്കണം, ഒന്നിനെപ്പോലെ ഇനിയൊന്നില്ല. ആൾക്കാർ ചുമ്മാ പറയും 7 എണ്ണം ഉണ്ട്, 14, ഒന്നേ സഹിക്കാൻ പറ്റുന്നില്ല. 7 എണ്ണം ഉണ്ടെങ്കിൽ 7 പേര് ഒരുപോലെ ഉണ്ട്, 14 പേര്, അതൊക്കെ വെറുതെ പറയണം. ഒന്നിനെ പോലെ ഇനിയൊന്നില്ല. ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് വേറെയാണ്. അവർ നിൽക്കുന്നത്, നടക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരാളെ പോലെ ഇനിയൊരാളില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മഫലം പാക്കറ്റുമായിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇനിയൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒരു പ്രയോജനമില്ല കമ്പയർ ചെയ്യുന്നതുകൊണ്ട്. കമ്പയർ ചെയ്ത് നിരാശയാകുന്നതിൽ അർത്ഥമേയില്ല. ഒരു അർത്ഥമില്ല. ബോംബെയിൽ വേൾഡിൽ ലാർജസ്റ്റ് സ്ലം ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക്? പരിചയമുണ്ടോ പ്രഭുവിന്? ധാരാവി ലോകത്തിലെ വലിയ സ്ലമ്മാണ്. അവിടെ കാഷ്വലി നമ്മൾ കുറച്ച് സോഷ്യൽ സർവീസ്, മെഡിക്കൽ സർവീസ്, അന്നദാനം അങ്ങനെയൊക്കെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവരുടെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൻ്റെ റൂഫിൻ്റെ മേലെ ബ്ലൂ ടാർപോളിൻ ഷീറ്റ് ഇടണം. അതാണ് അവരുടെ വലിയ ആഗ്രഹം. നിങ്ങൾ ബോംബെ ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങിയവർക്ക് അറിയാൻ പറ്റും, ഏകദേശം റൺവേയുടെ അടുത്ത് വരുമ്പോൾ 2 സൈഡ് ഈ ധാരാവി സ്ലമ്മിനെ കാണാം. കണ്ടിട്ടുണ്ടോ? ബ്ലൂ കളറിലുണ്ടാവും. ഫുള്ളും റൂഫിൻ്റെ മേലെ എന്താണ്, ഇന്ത്യയിൽ കിട്ടൂല ഒരു ബ്ലൂ കളർ ആ പ്ലാസ്റ്റിക് ഷീറ്റ്. ആ മനുഷ്യൻ്റെ എക്സ്പോഷർ അത്രയേ ഉള്ളൂ അവരുടെ സ്വപ്നം. കാരണം അവരെ ചുറ്റിയുള്ള ആൾക്കാരെല്ലാം വീട്ടിൻ്റെ പുറത്ത് ബ്ലൂ ഷീറ്റ് ഇട്ട് അവരുടെ ഗ്രൂപ്പിൽ വലിയ ആളാണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം എന്താണ്? എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ പുറത്ത് എന്തിടണം? അവിടെ. ഇവിടുത്തെ ആൾക്കാരുടെ ഗോൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും നാട്ടിൽ 2-3 പ്രോപ്പർട്ടി ആക്കണം. പറ്റുമെങ്കിൽ ഇവിടെ തന്നെ സ്വന്തമായിട്ട്
പ്രോപ്പർട്ടി മേടിക്കണം, പിന്നെ കാർ ഇതുപോലെ. എന്തുകൊണ്ടാണ്? എന്നെ ചുറ്റിയുള്ളവരതാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഇപ്പം നമ്മൾ അമേരിക്കയിൽ, ന്യൂയോർക്കിൽ, മാൻഹട്ടനിൽ പോയി താമസിക്കുമെങ്കിൽ അവിടെ ചുറ്റിയുള്ളവർ ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യമായിരിക്കും. അപ്പോൾ എക്സ്പോഷർ ഇല്ലാതെ ഹിമാലയൻ താഴ്വരകളിലും ഗുഹകളും ജീവിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യന് തന്നെ അറിഞ്ഞൂടാ അവൻ്റെ എന്ത് വേണം. ഈ ഓട്ടത്തിൽ ബാക്കി എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അവർ മണ്ടത്തരം, എല്ലാവരും മണ്ടത്തരം ചെയ്താൽ ഞാനും മണ്ടത്തരം ചെയ്യും. ഇപ്പോൾ ഫാഷൻ പാൻറ്റൊക്കെ കീറിയിട്ടിട്ട് നടക്കല്ലേ അല്ലേ? ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഡ്രസ്സൊക്കെ കീറിയിട്ടിട്ട്. ചുറ്റിയുള്ളവർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഈ മത്സര മനോഭാവം എന്നെ അടുത്തുള്ള ആളായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ഉള്ള ക്ഷമ, ശാന്തി, നഷ്ടപ്പെടുത്തി ഞാൻ അങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കാം. ഈ മത്സര മനോഭാവം മാറിക്കഴിഞ്ഞാൽ രാമായണം പറയുന്നു ദൈവം അവൻ്റെ ഹൃദയത്തിൽ വസിക്കും. അങ്ങനെ ദൈവങ്ങളെ നിയന്ത്രിച്ച ഒരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. അസൂയയില്ലാത്ത ഒരു വ്യക്തി, മത്സര മനോഭാവം ഇല്ലാത്ത ഒരു വ്യക്തി. ആരാണെന്നറിയാമോ? രാമായണത്തിൽ വിഭീഷണനല്ല. അടുത്തെത്തി. ഞാൻ ഒരു ക്ലൂ തന്ന പെട്ടെന്ന് പറയും. അല്ല, അസൂയയില്ല, അതുകൊണ്ട് ദൈവങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. ആലോചിക്കൂ. ബുദ്ധിയൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ടാവും. ആലോചിച്ച് ഓയിലിംഗ് ചെയ്യും. ശരി, ഞാൻ ഒരു ക്ലൂ തന്ന പെട്ടെന്ന് പറയും. പേരിൽ തന്നെ ആൻസർ ഉണ്ട്. അനസൂയ. ഈ കഥാപാത്രം കേട്ടിട്ടുണ്ടോ? അസൂയയില്ലാത്ത വ്യക്തി അനസൂയ. അസൂയയില്ലാത്തത് കൊണ്ട് ദൈവങ്ങൾ, മുമ്മൂർത്തികളും ആ അനസൂയയുടെ വീട്ടിൽ വന്ന് എന്തായി ജനിച്ചു? മക്കളായി ജനിച്ചു. 3 പേരും, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, 3 പേരും വന്ന് അവരെ വീട്ടിൽ കുട്ടികളായി. അസൂയ. ഇത് നമുക്ക് സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലില്ല. എൻവിക്ക് മലയാളത്തിൽ എന്ത് പറയും? നോൺ വെജ്. ENVY. എൻവിക്ക് മലയാളത്തിൽ എന്ത് പറയും? അസൂയ. ജലസിന് എന്ത് പറയും? അസൂയ. കുശുംബ. ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ശാസ്ത്രം മനോഹരമായി വിശദീകരിക്കുന്നു. എൻവി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുണ്ട്, എനിക്ക് അത് കിട്ടണം, അതുപോലെ എനിക്കും വേണം. അത് എൻവി. ജലസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട്, ഇത് എവനെങ്കിൽ തട്ടിപ്പറിച്ച് കളയോ, അവൻ്റെ കയ്യിലില്ലാത്തത് എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ നോക്കിക്കോളൂ, 60 വയസ്സിൽ എല്ലാവരും റിട്ടയർ ആവും. 60 കഴിഞ്ഞാലും 80 കഴിഞ്ഞാലും 90 ആയാലും റിട്ടയർ ആവാത്ത ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഏതാണ്? പൊളിറ്റീഷ്യൻസ്. 90 ആയാലും എന്ത് ചെയ്യില്ല? വീൽ ചെയറിൽ വരും, അതിൽ വരും, ബുദ്ധി ഒന്നും വർക്ക് ചെയ്യില്ല, എന്നാലും സീറ്റ് വിടില്ല. ഇത് ജലസ്. എൻവി എന്ന് പറഞ്ഞാൽ ഇനിയൊരുത്തൻ്റെ കയ്യിലുണ്ട്, എനിക്കില്ല, അത് കിട്ടണം. ഉള്ളിൽ ഒരു തീയുണ്ടാകും. ആരെങ്കിലും അവരെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു അൺഈസിനെസ് ഉണ്ടാവും ഉള്ളിൽ. അവരെ നമ്മുടെ കൺമുമ്പേ ചെവി കേൾക്ക അവരെങ്ങനെ പ്രശംസിച്ചോണ്ടേ എന്നാൽ മൊത്തം കള്ളപ്പണമായിരിക്കും. ആ ഒരു കയപ്പാണ് പുറത്തു വരുന്നത്. അത് എൻവി. ജലസ്, ആരെങ്കിലും എടുത്തോട്ട് പോവോ എൻ്റെത്, എല്ലാം കൂടെ അങ്ങനെ പിടിച്ച്, ഉപയോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്കും കൊടുക്കില്ല, എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും. ജലസ്. ഇത് രണ്ടും മാറിയാൽ അവൻ്റെ ഹൃദയത്തിൽ ആര് കുടികൊള്ളും? ദൈവം കുടികൊള്ളും. അനസൂയ ദേവിയാണ് അതിന് ഉത്തമ ഉദാഹരണം. അനസൂയ ദേവി ആരുടെ പത്നിയാ? അനസൂയ ദേവിയുടെ ഭർത്താവ് ആരാ?
അത്രി മഹർഷി. രാമായണ കാലത്ത് ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും വനവാസത്തിൽ പോയപ്പോൾ സീതയെടുത്ത് രാമൻ പറഞ്ഞു, ഈ വനവാസത്തിലിരിക്കുന്ന കാലം തപസ്യയുടെ കാലമാണ്. ഒരു ദിവസം പോലും നീ കളയരുത്. ദിവസവും ചെന്നിട്ട് അനസൂയ ദേവിയെ സേവിക്കണം. അനസൂയ ദേവി നിനക്ക് ഒരുപാട് പരമാർത്ഥം പറഞ്ഞു തരും എന്ന് രാമൻ സീതയ്ക്ക് ഉപദേശം കൊടുത്ത് സീതാദേവി ചെന്ന് നിരന്തരം അനസൂയ ദേവിയെ സേവിക്കുമായിരുന്നു. അത് കാരണം പുരാണങ്ങളിൽ പറയും ഇവർ 3 പേർക്കും അസൂയായി തുടങ്ങി. ആർക്ക്? ലക്ഷ്മി, സരസ്വതി, പിന്നെ പാർവതി. ഒരു ദിവസം നാരദ മഹർഷി എന്ത് ചെയ്തു? ഇവർ 3 പേര് എടുത്ത് ചെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 14 ഭുവനങ്ങളിലും ഏറ്റവും ഉയർന്ന സ്ത്രീ ആരാണ് എന്ന് ലക്ഷ്മി എടുത്ത്. ലക്ഷ്മി ദേവൻ ഞാനായിരിക്കും, അല്ലെങ്കിൽ സരസ്വതി പാർവതി ആയിരിക്കും. 3 പേരെടുത്തും ചെന്ന് ഇളക്കി വിട്ടിട്ട് 3 പേരെടുത്തും ആൻസർ പറഞ്ഞ് നിങ്ങൾ 3 പേരും അല്ല. ആരാണ്? അനസൂയ. അതായത് ചില സമയം വേറെ ആരെങ്കിലും ഒരുപാട് പ്രശംസിക്കുമ്പോൾ ഉള്ളിൽ ഒരു വല്ലായ്മ, ഒരു റെസ്റ്റ്ലെസ്നെസ്, അൺഈസിനെസ്, നമുക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും പ്രശംസ കേൾക്കുമ്പോൾ നമുക്കൊരു പറ്റില്ല അവിടെ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കും ഇല്ല. അത് ശരി, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടത്. ഇവർ ദേവിമാർക്ക് പോലും പറ്റിയില്ല. അനസൂയയുടെ മഹിമ കേട്ടപ്പോൾ ഈ മുമ്മൂർത്തികളുടെ പത്നിമാരും കുറച്ച് റെസ്റ്റ്ലെസ്സായി. പിന്നെ നമ്മൾ വിചാരിക്കാൻ പാടില്ല, ഓ ഇവരെ എങ്ങനെയാണോ, അങ്ങനെ ചിന്തിക്കരുത്. ഈ പുരാണ കഥകളെല്ലാം നമുക്ക് പാഠമാണ്. അതിൽ കൂടെ സത്യം അവർ പറഞ്ഞു തരികയാണ്. അപ്പോൾ അനസൂയയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പോയി. ഇവരെന്ത് ചെയ്തു? 3 ഹസ്ബൻഡ്മാരെ അയച്ചു, ബ്രഹ്മ, വിഷ്ണു, ശിവൻ. അത് കഥ എല്ലാവർക്കും അറിയാം. അനസൂയ ദേവി തൻ്റെ തപോബലം കൊണ്ട് 3 പേരെയും കുട്ടികളാക്കി തൊട്ടിലിൽ പിടിച്ച് കിടത്തി വെച്ചു. ഇനി അവർ വന്ന് ചോദിച്ചു, ഞങ്ങളെ ഭർത്താക്കന്മാരെ തിരിച്ചു തായോ എന്ന് ചോദിച്ചപ്പോൾ തരാം, എനിക്ക് 3 സന്താന ഭാഗ്യം വേണമെന്ന് പറഞ്ഞ് ശിവൻ വന്നിട്ട് ദുർവാസാവിനെ കൊടുത്തു, ബ്രഹ്മാവ് സോമനെ കൊടുത്തു, ഭഗവാൻ വിഷ്ണു ദത്താത്രേയനെ കൊടുത്തു. രാമായണം പറയുന്നത് അസൂയ മാറിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ ദൈവം കുടികൊള്ളും. ഒരിക്കൽ കൂടെ 6 ഏതൊക്കെയാണ്? കാമം, ക്രോധം, മോഹ, ലോഭ, മതം. ഇത് 6 ഇതിൻ്റെ 6ൻ്റെയും വേര് കാമക്രോധ 2ആണ്. മനസ്സിലായോ? ഈ 6 ഉണ്ടായത് ഈ 2-ലിരുന്നാണ്. ഏത് 2-ല്? കാമക്രോധം. ആ 2ൻ്റെയും മൂലകാരണം കാമ. കൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നു, കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞ, നിന്റെ ഹൃദയത്തിൽ കാമമുള്ളത് കൊണ്ടാണ് ക്രോധം വരുന്നത്. ഒന്നിന്ന് ക്രോധം വന്നു, ഇത് 2ഉം ചേർന്ന് ബാക്കി 6നെ ഉണ്ടാക്കി. ഈ 6-ൽ ആദ്യത്തെ 5നെ റിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് അസൂയ. കേരളത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് കേട്ടിട്ടുണ്ടോ? കഷണ്ടിക്ക് ഇപ്പം എന്തൊക്കെയാ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിന് മരുന്ന് ഇന്ന് വരെ. ഈ 6ഉം 2-ലിരുന്നാ ഉണ്ടാകുന്നത്. ഏത് 2ആണ്? കാമവും ക്രോധവും. ആ 2ഉം കാമത്തിലിരുന്നാണ് ഉണ്ടാകുന്നത്. ഇതെനിക്ക് വേണം എന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഇത് പറിച്ചെടുത്തോണ്ട് പോയാൽ എനിക്ക് എന്തുണ്ടാകും? ദേഷ്യം വരും. എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, കാമം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചാൽ ഉടനെ ക്രോധം. കാമത്തിലിരുന്ന് ക്രോധവും, പിന്നെ കാമക്രോധാദികൾ ചേരുമ്പോൾ മോഹലോഭ മതം, ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കും. മഹാഭാരതത്തിൽ ദുര്യോധനൻ ഇതിനുള്ള കഥാപാത്രം. ശകുനി വരെ ചോദിക്കും ദുര്യോധന വിട്ടേക്ക്, ഇതെന്തിനാ ഇതിനെ പിടിച്ചോണ്ടിരിക്കുന്നത്? ദുര്യോധനൻ പറയും,
എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. പാണ്ഡവർ ദിനം പ്രതി ഉയരുന്നുണ്ട്. അവരുടെ ഉയർച്ച കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ തീ ആളിക്കത്തുകയാണ്, അസൂയയുടെ തീ. അവരുടെ വളർച്ച എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, അവരെ ഞാൻ തോൽപ്പിക്കും. ദുര്യോധനൻ അവസാനം എന്തെങ്കിലും നേടിയോ? ഉള്ളത് മുഴുവനും ദുര്യോധനന് നഷ്ടം. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ